ഹായ് ഫ്രണ്ട്സ്, 90s കാസറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ ഒരു സബ്സ്ക്രൈബറിന്റെ ആവശ്യപ്രകാരമുള്ളതാണ്. അപ്പോൾ 1994 ആൾ ഇന്ത്യ ബ്ലോക്ക് ബസ്റ്റർ ആയ ഈ ചിത്രത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. സൽമാൻ ഖാനും മാധുരി ദീക്ഷിത്തും ഒന്നിച്ചഭിനയിച്ച ഹം ആപ്കെ ഹൈ കോൻ എന്ന ഹിന്ദി ചിത്രത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ റിലീസ് ചെയ്തിട്ടുള്ളത് HMV ആണ്. കാസറ്റ് വിൽപ്പനയിൽ ആൾ ഇന്ത്യ തരംഗം സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു ഹം ആപ്കെ ഹൈ കോൻ. ഈ ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ചിത്രം ഒരു ഫാമിലി ബേസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ഒരു എന്താ പറയാ, ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഭയങ്കര രസമുള്ള ഒരു ചിത്രമായിരുന്നു. അന്നത്തെ കാലത്ത് അത് കണ്ടവർക്ക് അത് മനസ്സിലാവും. ബോളിവുഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് ഏകദേശം 12ഓളം പാട്ടുകൾ ചേർന്ന് വന്നിട്ടുള്ള ഒരു ചിത്രമാണിത്. ഏകദേശം 12ഓളം പാട്ടുകളാണ് ഈ ചിത്രത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 12ഓളം ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് രാം ലക്ഷ്മൺ എന്ന സംഗീത സംവിധായകരാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രാം ലക്ഷ്മൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് രണ്ടുപേരായിരിക്കും എന്നുള്ളത്. അപ്പൊ അത് ശരിക്കും രണ്ടുപേരാണ്. വിജയ് പാട്ടീലും സുരേന്ദ്ര എന്ന് പറയുന്ന ഒരു സുഹൃത്തുമാണ്. അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് രാം ലക്ഷ്മൺ എന്ന പേരിൽ സംഗീത സംവിധായകരായിട്ട് മുന്നോട്ട് പോയത്. ഏകദേശം 150 മേൽ ചിത്രങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹിറ്റ് ചിത്രമായ ഒന്ന് ഈ ഹം ആപ്കെ ഹൈ കോൻ തന്നെയാണ്. ശേഷം 1976 സുരേന്ദ്ര അദ്ദേഹത്തെ വിട്ട് നമ്മുടെ വിജയ് പാട്ടീലിനെ വിട്ട് യാത്രയായി. എങ്കിലും അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം കണക്കിലെടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരു സുഹൃത്ത് ബന്ധം കണക്കിലെടുത്ത് ആ പേര് തന്നെ, അതായത് രാം ലക്ഷ്മൺ എന്നുള്ള പേരിൽ തന്നെ വിജയ് പാട്ടീൽ വീണ്ടും ചിത്രങ്ങൾ ചെയ്തു. വീണ്ടും മനോഹരമായ ചിത്രങ്ങൾ ചെയ്തു അദ്ദേഹം ഹിറ്റുകളാക്കി. ശേഷം 2021 വിജയ് പാട്ടീലും അന്തരിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ടീം ഒരുപിടി നല്ല ഗാനങ്ങൾ സംഗീതത്തിന് സംഭാവന ചെയ്തുകൊണ്ടാണ് അവർ രണ്ടുപേരും ഈ ലോകം വിട്ടുപോയത്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ദേവ് കോഹ്ലിയും സുരേന്ദർ റവാലിയുമാണ്. 12 ഗാനങ്ങളാണ് ഈ കാസറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 12 ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഗാനം മാത്രമേ അന്നത്തെ ബോളിവുഡിലെ മികച്ച ഗായകനായ കുമാർ സനുവിന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ പാട്ടും SP ബാലസുബ്രഹ്മണ്യവും ലതാ മങ്കേഷ്കറും ചേർന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് ഈ ഗാനങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ ചിത്രത്തിലെ ഏറ്റവും ഹിറ്റ് ഗാനം എന്നത് SP ബാലസുബ്രഹ്മണ്യവും ലതാ മങ്കേഷ്കറും ഒന്നിച്ചാലപിച്ച ദീദി തേര ദീവർ ദിവാന എന്ന ഗാനമാണ്. ആ ഗാനത്തിന്റെ ചിത്രീകരണം അത്രത്തോളം വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു. ഇന്നും ആ ഗാനമൊക്കെ യൂട്യൂബിൽ കാണാനും കണ്ടിരിക്കാനും ഒക്കെ വളരെ രസമാണ്. അപ്പോൾ ആ ചിത്രം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവർക്ക് ആ ഒരു എന്താ പറയാ, അതിന്റെ ആ ഒരു ഭംഗി കൂടുതലായി മനസ്സിലാവും. അപ്പൊ നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. SP ശബ്ദത്തിൽ സൽമാൻ ഖാൻ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ചിത്രത്തിലും അതുപോലെ തന്നെയാണ്. SP ബാലസുബ്രഹ്മണ്യം സൽമാൻ ഖാന് വേണ്ടി പാടിയ മനോഹരമായ ഒരു ഗാനമാണിത്. ഈ കാസറ്റിൽ എടുത്തു പറയേണ്ട ഒരു ഗാനം എന്ന് പറയുന്നത് 12 ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലെ ഒരു ഗാനം പോലും ആവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. 12 ഗാനങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും 12ഉം 12ആയി തന്നെ നിൽക്കുകയാണ്. കാര്യം ഒരു ഗാനം പോലും രണ്ടാമത് ആവർത്തിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സൽമാൻ ഖാന്റെ കരിയർ കാലഘട്ടത്തിന്റെ തുടക്കം ഈ മേനെ പ്യാർ കിയ, ആ മേനെ പ്യാർ കിയ മുതൽ SPയും സൽമാനും ചേർന്ന കോംബോയിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗാനങ്ങളിൽ പിന്നെ ഇതിനകത്തുള്ളത് കുമാർ സനു പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. കുമാർ സനുവും ലതാ മങ്കേഷ്കറും പാടിയ ആകെ ഒരു ഗാനമേ ഈ ചിത്രത്തിനകത്ത് പാടിയിട്ടുള്ളൂ. ലതാ മങ്കേഷ്കറും തന്നെയാണ് ഇതിലെ ടൈറ്റിൽ ഗാനം ആലപിച്ചിട്ടുള്ളത്. ഹം ആപ്കെ ഹൈ കോൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം.
മുജ്സെ ജുദാ ഹോകർ എന്നൊരു ഗാനവുമായി വീണ്ടും എസ് പിയും ലതാ മങ്കേഷ്കറും തന്നെ വരുന്നുണ്ട് ഈ ചിത്രത്തിൽ. മുജ്സെ ജുദാ ഹോകർ തുമ്ഹെ ദൂർ ജാനാ ഹൈ. ശേഷം ഈ ചിത്രത്തിൽ വരുന്ന ഒരു ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം തന്നെ പാടിയ ദിക്തന ദിക്തന എന്ന് പറയുന്ന ഒരു സോങ് ആണ്. 90കളിൽ രാം ലക്ഷ്മൺ സംഗീതം പകർന്ന മറ്റു സിനിമകൾ, ആദ്യം മറ്റു സിനിമകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ജനപ്രീതി നേടിയ ഹിറ്റ് ഗാനങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹിറ്റ് ഗാനങ്ങൾ അടങ്ങിയ ചിത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1989 മേനെ പ്യാർ കിയ. അതിനുശേഷം 1991 100 ഡേയ്സ് എന്ന് പറഞ്ഞൊരു ചിത്രം, ജാക്കി ഷറഫും മാധുരി ദീക്ഷിതും ആയിരുന്നു അതിലെ നായികന്മാർ. ശേഷം ആ 1991 തന്നെ പത്തർ കെ ഫൂൽ എന്ന ഒരു സൽമാൻ ഖാൻ ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം 1994 ഞാൻ ഈ പറയുന്ന ഹം ആപ്കെ ഹൈ കോൻ. ശേഷം 1999 ഹം സാത്ത് സാത്ത് ഹൈൻ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം, അതിലും സൽമാൻ ഖാൻ തന്നെയായിരുന്നു നായകൻ. നമ്മളിപ്പോ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു 5 ചിത്രങ്ങളിൽ ഒരു ചിത്രം പോയിട്ട് ബാക്കി എല്ലാത്തിലും സൽമാൻ ഖാൻ തന്നെയായിരുന്നു നായകൻ. കൂടുതലും ഗാനങ്ങൾ പാടിയിരിക്കുന്നതും എസ് പി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു ചിത്രത്തിൽ ഇനിയും 4 ഗാനങ്ങൾ ബാലൻസ് ആകുന്നുണ്ട്. അപ്പൊ ആ 4 ഗാനങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയി ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. मेरे भैया जो चुप बैठे हैं, मौसम का जादू है रितवा, लो चली में. അപ്പോ ഈ ഹം ആപ്കെ ഹൈ കോൻ എന്ന ചിത്രത്തെ കുറിച്ചും ഈ ചിത്രത്തിലെ ഗാനങ്ങളെ കുറിച്ചുമുള്ള ഒരു ഏകദേശ വിവരണം ഞാൻ നൽകി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാനിത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവർ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇതിലും മനോഹരമായ ഒരു വീഡിയോയുമായി ഇനിയും തിരിച്ചു വരാം. ബൈ.